അസ്സലാമലൈക്കും, നമസ്കാരം. ഇതൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു ഭൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. നമ്മളിവിടെ എങ്ങനെയാണ് ഭൂരി ഉണ്ടാക്കണമെന്നല്ലോ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഭൂരി ഉണ്ടാക്കുക പറഞ്ഞാൽ ഒരു 10,000-3000 ഭൂരി വേണം. അപ്പോൾ കൈകൊണ്ട് ബോൾ പിടിച്ചിട്ട് ഉരുട്ടി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. ഇതേമാതിരി ബോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കലേ നടക്കുള്ളൂ. കാരണം കുറച്ചൊന്നും പോരല്ലോ, ഒരു 10,000-2000 ഭൂരി വേണം. അപ്പോൾ അതിന് ആട്ട കുഴക്കുക. ആട്ട നമ്മൾ സാധാരണ കുഴക്കണ മാതിരി തന്നെ ഉപ്പും ചെറിയൊരു നോർമൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ആട്ട കുഴക്കുന്നത് മെഷീനിൽ. അധികം ടൈറ്റാക്കാതെ നന്നായിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് ആട്ട കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അത് ഇതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയിൽ മിസ്സാക്കിയിട്ട് വെക്കും. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിലിൽ മിസ്സാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിക്കൂലേ. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി എല്ലാം മിക്സാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നോരോന്ന് പരത്തിയെടുക്കണം. ഭൂരി എന്ന് വെച്ചാൽ ശരിക്കും ഭൂരി ആ ചുട്ടെടുത്ത ഉടനെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഭൂരിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. കുറച്ച് നേരം ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പൊള്ളച്ച് വന്നത് അത് അതേമാതിരി താണിരിക്കൂലേ. അപ്പോൾ അത് പിന്നെ പെരയിലായാലും ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെയല്ല. ഭൂരിയാകുമ്പോൾ കഴിക്കുമ്പോൾ അത്ര പിന്നെ ആദ്യം ചുട്ടെടുത്ത ഉടനെ കഴിച്ച ആ ഒരു ടേസ്റ്റ് പിന്നെ ഭൂരിക്ക് കിട്ടലില്ല അല്ലേ. ഭൂരി ചൂടോടെ കഴിക്കണം, അതാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും ഒക്കെ ഒന്ന് ചെയ്തോളുണ്ട് കേട്ടോ. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുണ്ടോ. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഫുള്ളായിട്ടൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഭൂരിക്ക് കട്ട് ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകൊണ്ട് കേട്ടോ. ഇതൊക്കെ വെറും കാറ്ററിങ്ങിലൊക്കെ ഉള്ള കേട്ടോ അങ്ങനത്തെ ഒക്കെ നടക്കുള്ളൂ. നമ്മളത് കാറ്ററിങ് കമ്പനിയാണ്. കാരണം ഒരേ സമയത്ത് ആൾക്കാരൊക്കെ വരുന്നതല്ല മെസ്സിൽ. അപ്പോൾ വരുന്നവർക്ക് ഓരോന്നും ഉണ്ടാക്കൽ എങ്ങനെയായാലും നടക്കില്ല. വരുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അതേമാതിരി ആട്ടയൊക്കെ കുഴച്ച് ബോളൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അതിപ്പോൾ ഭൂരി ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ഒക്കെ കാറ്ററിങ്ങിലാകുമ്പോൾ കൂടുതൽ സാധനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള പണിയെടുക്കേണ്ടി വരും. അതെല്ലാം കട്ട് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നെ അവിടെ എണ്ണ ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചെമ്പിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 50 ലിറ്റർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ആ ഓയിലെല്ലാം നല്ല ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള ഓയിലിൽ ഭൂരി ഇടുമ്പോഴാണ് ഭൂരി നന്നായി വരുള്ളൂ. അല്ലെങ്കിൽ ഭൂരി കടക്കായിട്ട് വരും, പപ്പടമാതിരി പൊടിഞ്ഞു പോകും. ഓവർ ചൂടാകാനും പാടില്ല. ഓവർ ചൂടായി കഴിഞ്ഞാൽ ഭൂരി കറുത്തു പോവും, കരിഞ്ഞു പോവും. അപ്പോൾ ഭൂരിക്ക് എപ്പോഴും നല്ല ചൂടിൽ നോർമൽ ചൂട് എപ്പോഴും ഉണ്ടാകണ എണ്ണ, അപ്പോഴുള്ള ഭൂരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭൂരിക്കൊരു സോഫ്റ്റ് ഉണ്ടാവില്ല. നല്ല ചൂടായ എണ്ണയിൽ ഭൂരി ഇടുക, കോരിയെടുക്കുക. അതാണ്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭൂരി പൊള്ളച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. കൂടുതലൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഭൂരി ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭൂരി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ 10,000-3000 ഭൂരി വേണം. 10,500 ആൾക്കുള്ള ഭൂരി ഉണ്ട്. അപ്പോൾ കൂടുതൽ പണി ഉണ്ടാകുമ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. ഭൂരി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല എണ്ണ നല്ല ചൂടും കറക്റ്റാണെങ്കിൽ ഭൂരി എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തത് വീണ്ടും വരുന്നുണ്ട്.
അതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം, താങ്ക് യു.